നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, എല്ലാ എക്സാംസും മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട, ബാസിന്റെ ഡി ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഒരേ ഒരു കാരണത്താലാണ്, നമുക്ക് അതിൽ എക്സാംസ് മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാവരും ചൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, നമുക്കിപ്പോൾ എല്ലാ എക്സാമും നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമുക്കിപ്പോൾ കോമൺ പേപ്പേഴ്സ് ഒഴികെ ബാക്കി വരുന്ന മെയിൻ പേപ്പേഴ്സ് മാത്രമാണ് മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കും എല്ലാ എക്സാംസും നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതും അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പഠിക്കുന്നതും. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് കോമൺ പേപ്പേഴ്സ് ഒഴികെയുള്ള പേപ്പേഴ്സ് മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം തിയറി പേപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തിയറി പേപ്പറിന് വരുന്ന മാർക്ക് 70 മാർക്കിൽ നമുക്ക് വരുന്നുണ്ട്, 45 മാർക്കിന് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കോമൺ പേപ്പേഴ്സ് നമുക്ക് ചിലപ്പം 45 മാർക്കിലാണ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ തിയറി പേപ്പേഴ്സ് ആണെങ്കിൽ 70 മാർക്കാണ്. അതുപോലെ തന്നെ പ്ലസ് നമുക്ക് ഇതിനോടൊപ്പം ഇതുപോലെ തന്നെ ഈ ഒരു മെയിൻ എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അസൈൻമെന്റ് ആണ്. അസൈൻമെന്റിന് നമുക്ക് 30 മാർക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു എക്സാമിന് ഇപ്പൊ ഇത്ര ടൈം അല്ലെങ്കിൽ ഇത്ര ഡ്യൂറേഷൻ വരും, ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസേഴ്സ് എങ്ങനെ എഴുതണം അല്ലെങ്കിൽ എത്ര മാർക്കിന് ആൻസേഴ്സ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി അടുത്ത വീഡിയോസിലൊക്കെ പറയും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എക്സാം മലയാളത്തിലാണ് മെയിൻ ആയിട്ടും നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോമൺ പേപ്പേഴ്സ് ഒഴികെയുള്ള പേപ്പേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും എക്സാം മലയാളത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ മലയാളത്തിലാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. 1 or 2 വരിയിൽ മാത്രം നിർത്തി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എക്സാം എഴുതുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മെയിൻ എക്സാമിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ഇനി പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്